നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ബുധനാഴ്ച രാത്രി കരുവന്നൂർ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത ഇരിഞ്ഞാലക്കുട കൊരുമ്പിശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ ഹരികൃഷ്ണൻ എന്ന യുവാവിന്റെ മൃതദേഹമാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. കനത്ത മഴയിൽ വീടിടിഞ്ഞു വീണു. മാള വട്ടക്കോട്ട പാറയിൽ ബിന്ദുവിന്റെ വീടിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ തകർന്നു വീണത്. പെരിഞ്ഞനത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മതിലകം കളരിപ്പറമ്പ് സ്വദേശി ശ്രീനാരായണപുരത്ത് വീട്ടിൽ സുനിലിന്റെ ഭാര്യ നളിനിയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ബുധനാഴ്ച രാത്രി കരുവന്നൂർ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത ഇരിഞ്ഞാലക്കുട കൊരുമ്പിശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ പരേതനായ വേണുവിന്റെ മകൻ ഹരികൃഷ്ണൻ എന്ന യുവാവിന്റെ മൃതദേഹമാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിൽ മൂർക്കനാട് ഇല്ലിക്കൽ ഡാം പരിസരത്ത് നിന്നാണ് പുഴയിൽ വീണ് കിടന്നിരുന്ന മരച്ചില്ലകൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ബുധനാഴ്ച രാത്രി സുഹൃത്തുക്കൾക്ക് ഫോണിൽ സന്ദേശം നൽകിയാണ് ഇയാൾ കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടിയത്. ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സ്കൂബ ടീം എത്തിയാണ് 3 ദിവസമായി തിരച്ചിൽ നടത്തിയത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 8ഓളം പേരാണ് കരുവന്നൂർ പുഴയിൽ ചാടി ആത്മഹത്യാ ശ്രമം നടത്തിയത്. കരുവന്നൂർ പാലത്തിൽ ഉടൻ തന്നെ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചിട്ടുണ്ട്. തൃശൂരിൽ ഡിപ്ലോമ വിദ്യാർത്ഥിയാണ് ഹരികൃഷ്ണൻ. കനത്ത മഴയിൽ വീടിടിഞ്ഞു വീണു. മാള വട്ടക്കോട്ട പാറയിൽ ബിന്ദുവിന്റെ വീടിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ തകർന്നു വീണത്. ബിന്ദുവും കുടുംബവും രാത്രിയിൽ സഹോദരിയുടെ വീട്ടിലാണ് താമസം. സംഭവ സമയത്ത് ബിന്ദുവും മക്കളും സഹോദരിയുടെ വീട്ടിലായിരുന്നതിനാൽ അപകടം ഒഴിവായി. വീടിന്റെ കിടപ്പുമുറിയും അടുക്കളയുമാണ് തകർന്നത്. മാള ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ആദരണീയം 2024 സംഘടിപ്പിച്ചു. വി.ആർ. സുനിൽകുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. നല്ല ചിന്തകളിലൂടെ, നല്ല ആശയങ്ങളിലൂടെ പ്രാവർത്തികമാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി പ്രിയപ്പെട്ട കൊച്ചുമക്കളുടെ കൈകളിലുണ്ട്. അത് കാണുവാനാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ പോലെ നിങ്ങളാകണമെന്ന് ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കില്ല. ഞങ്ങളുടെ കാലഘട്ടം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ കാലഘട്ടം മാറ്റങ്ങളാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ മാറ്റങ്ങൾക്ക് നിങ്ങളാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. കുട്ടികൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, 100% വിജയം നേടി സ്കൂളുകൾ, കലാ സാംസ്കാരിക രംഗത്ത് മികവ് തെളിയിച്ചവർ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. മതിലകത്ത് ദുരന്ത നിവാരണ പ്രവർത്തകർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനായാണ് മതിലകം ഗ്രാമപഞ്ചായത്തിൽ സാമൂഹിക സന്നദ്ധ സേന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വോളണ്ടിയർമാർക്കും വിവിധ വാർഡുകളിലെ സന്നദ്ധ പ്രവർത്തകർക്കുമായി ഏകദിന പരിശീലനം നടത്തിയത്. സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നീ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TS രാജു അധ്യക്ഷത വഹിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ടീമിലെ ഓഫീസർമാരായ സുഗതൻ, ഉല്ലാസ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിഞ്ഞനത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മതിലകം കളരിപ്പറമ്പ് സ്വദേശി ശ്രീനാരായണപുരത്ത് വീട്ടിൽ സുനിലിന്റെ ഭാര്യ നളിനിയാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പെരിഞ്ഞനം കപ്പേളയ്ക്കടുത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. മകനോടൊപ്പം ബൈക്കിൽ പോകവെ പിന്നിലിരുന്നിരുന്ന നളിനിയുടെ സാരി ബൈക്കിന്റെ ചക്രത്തിൽ ചുറ്റിപ്പിടിച്ചാണ് അപകടമുണ്ടായത്. റോഡിലേക്ക് തെറിച്ചു വീണ ഇവർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു.
ചികിത്സയിലിരിക്കെ ഉച്ചയോടെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. സാഹിത്യ ഗ്രാമികയുടെ ആഭിമുഖ്യത്തിൽ നവോത്ഥാന പ്രഭാഷണങ്ങളും നാടകാവതരണവും നടന്നു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നടന്ന പരിപാടിയിൽ നവോത്ഥാനത്തിന്റെ യുക്തിയും വിപര്യവും എന്ന വിഷയത്തിൽ കേരള സാഹിത്യ അക്കാദമി മുൻ പബ്ലിക്കേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ ED ഡേവിസും ഇരിക്കപ്പിണ്ടം ഒരു നാടക വിചാരം എന്ന വിഷയത്തിൽ നിരൂപകനും തിരക്കഥാകൃത്തുമായ ഡോക്ടർ വത്സൻ വാതുശ്ശേരിയും പ്രഭാഷണം നടത്തി. പ്രമുഖ കവി ഹൃഷികേശൻ PB അധ്യക്ഷനായി. രമ രാഘവൻ, അനീഷ്, ഹാറൂൺ റഷീദ്, കരീം കേപ്പുറം, MA ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര ഭടനുമായ VT ഭട്ടതിരിപ്പാടിന്റെ ജീവിതം ആവിഷ്കരിക്കുന്ന കരിവീട്ടി എന്ന ഒറ്റയാൾ നാടകം PD പൗലോസ് അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ബുധനാഴ്ച രാത്രി കരുവന്നൂർ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത ഇരിഞ്ഞാലക്കുട കൊരുമ്പിശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ ഹരികൃഷ്ണൻ എന്ന യുവാവിന്റെ മൃതദേഹമാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. കനത്ത മഴയിൽ വീടിടിഞ്ഞു വീണു. മാള വട്ടക്കോട്ട പാറയിൽ ബിന്ദുവിന്റെ വീടിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ തകർന്നു വീണത്. പെരിഞ്ഞനത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മതിലകം കളരിപ്പറമ്പ് സ്വദേശി ശ്രീനാരായണപുരത്ത് വീട്ടിൽ സുനിലിന്റെ ഭാര്യ നളിനിയാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.